ഹലോ ഗൈസ്, അങ്ങനെ അബിയുടെ അനിയത്തി അയർലാൻഡിൽ നിന്നും അനന്തപുരിയിൽ ലാൻഡ് ചെയ്യാണ്. പക്ഷെ ഈ വിവരം ജലജ പോലും അറിഞ്ഞിരുന്നില്ല. വരുമെന്ന് പറഞ്ഞതല്ലാതെ ഇന്ന ദിവസം വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സർപ്രൈസ് എൻട്രി ആയിട്ടാണ് ജലജയുടെ മകള് അനന്തപുരിയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ പൂർത്തിയാക്കിയ ശേഷമാണ് കേട്ടോ അയർലാൻഡിൽ നിന്നും അനന്തപുരിയിൽ എത്തിയിരിക്കുന്നത്. പിന്നെ ഈ വരവിന്റെ ഉദ്ദേശം എന്തായിരിക്കും എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നയനയും നയനയുടെ വീട്ടുകാരെയും മൊത്തത്തിൽ പൊളിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇപ്പൊ ജലജയുടെ മകൾ അനന്തപുരിയിൽ എത്തിയിരിക്കുന്നത്. തന്റെ സ്വന്തം ഏട്ടനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇഞ്ചിഞ്ചായി ചതച്ചു ജയിലിലിട്ടു. ഇതിനൊക്കെ പ്രതികാരം വീട്ടാനും കൂടി വേണ്ടിയാണ് ദേവു ഇപ്പൊ എത്തിയിരിക്കുന്നത്. അബി എന്തായാലും സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടോ. ജാമ്യത്തിലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷെ അധിക കാലം ഒന്നും പുറത്ത് വിലസെടുക്കാൻ പറ്റില്ല. കേസ് അങ്ങനെയുള്ള കേസാണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ ജാമ്യം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഇപ്പൊ ജലജയുടെ മകൾ എത്തിയിരിക്കുന്നത്. നയനയുടെ ജീവിതം കുട്ടിച്ചോറാക്കാനും നയനയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാനുള്ള ഉദ്ദേശം അവളുടെ മനസ്സിലുണ്ട്. എന്തായാലും ഇതൊക്കെ നിറഞ്ഞ ഒരു കിഡിലൻ എപ്പിസോഡാണ് കേട്ടോ ഇത്. അപ്പൊ എന്തായാലും നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അനന്തപുരിയിലോട്ട് ഒരു കാറ് വന്ന് സ്റ്റോപ്പ് ആവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഡോർ തുറന്ന് ഒരാൾ മാസായിട്ട് കാറിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. നല്ല മോഡേൺ ലുക്കിലാണ് കേട്ടോ ഒരു പെൺകുട്ടി ആ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അത് മറ്റാരും അല്ല കേട്ടോ, നമ്മുടെ അബിയുടെ സ്വന്തം അനിയത്തി തന്നെയാണ്. മൊത്തത്തിൽ വളരെ മോഡേൺ ആയിട്ടാണ് കേട്ടോ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. ഇതിനു മുമ്പ് നവ്യ ഇതുപോലത്തെ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇട്ടപ്പോ എല്ലാവർക്കും അതിനോട് എതിർപ്പായിരുന്നല്ലോ. അതിനേക്കാളും മോഡേൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് കേട്ടോ അനന്തപുരിയിൽ എത്തുന്നത്. അങ്ങനെ അബിയുടെ അനിയത്തിയുടെ ഡോറ് വന്നിട്ട് ഒരാൾ തുറന്നു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് മാസായിട്ട് ഒരു ബ്ലാക്ക് നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ടോണ്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ ദേവു നേരെ അനന്തപുരിയിലോട്ട് കയറുന്നുണ്ട്. ആരും ദേവുവിനെ കാണുന്നില്ല കേട്ടോ. ദേവു ആണെന്നുണ്ടെങ്കിൽ ജലജയുടെ മുറിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് ജലജയാണെങ്കിൽ നെയിൽ പോളിഷ് ഇട്ടോണ്ട് നിൽക്കാൻ കേട്ടോ. പതുക്കെ പിന്നിലൂടെ ജലജയുടെ മകള് വന്നിട്ട് ജലജയുടെ കണ്ണ് പൊത്തി പിടിക്കുകയാണ്. ആരാ കണ്ണിന് കൈയെടുക്ക്, ശേ ആരാന്നെങ്കിലും ഒന്ന് പറ. ഇതും പറഞ്ഞോണ്ട് ജലജ ദേഷ്യപ്പെട്ടോണ്ട് ആ കൈ പിടിച്ച് മാറ്റി പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോ തന്റെ സ്വന്തം മകളെയാണ് കേട്ടോ കാണിക്കുന്നത്. ദേവു നീയോ? ആ അമ്മേ, ഞാൻ തന്നെ. മോളെ ദേവു, നീ എന്താ ഒന്നും വിളിച്ചു പറയാതെ? അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നോ? പക്ഷെ എന്ന് വരുന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഷെടാ, ഇതിപ്പോ ഞാൻ വന്നതായ കുറ്റം. എന്നാ ശരി, ഞാൻ അയർലാൻഡിലോട്ട് എന്നെ തിരിച്ചു പോവാ. അയ്യോ അത് വേണ്ട, ഇനി നീ അയർലാൻഡിലോട്ടൊന്നും പോവണ്ട. നിന്റെ പഠനമൊക്കെ പൂർത്തിയായില്ലേ. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. അമ്മ വിശ്വസിക്കണ്ട. അമ്മ വിശ്വസിക്കാതെ നെയിൽ പോളിഷ് ഇട്ടോണ്ട് നിന്നോ. ഞാനേ ഏട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം. നിക്ക് ദേവു, അല്ല നീ ഇങ്ങോട്ട് കയറി വരുമ്പോ നിന്നെ ആരും കണ്ടില്ലേ? ഏയ്, ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോ താഴെ ആരും കണ്ടില്ല. അല്ലമ്മേ, ഇവിടെ ആരും ഇല്ലേ? ഇവിടെ എല്ലാരും ഉണ്ട്. ദേ, നീ നിന്റെ ഏട്ടനെ കാണാൻ പോകുന്നതിന് മുമ്പേ മുത്തശ്ശനും മുത്തശ്ശിയും കണ്ടോ? ഓ, അവരെ കാണുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഏട്ടനെ കാണണം. ഏട്ടനെ ഒരുത്തി ജയിലിലിട്ട് ഇഞ്ചിഞ്ചാക്കി ചതച്ചതല്ലേ. ആദ്യം എന്റെ ഏട്ടനെ ഒന്ന് കണ്ടിട്ട് അവക്ക് കൊടുക്കാനുള്ളത് മുഴുവൻ പലിശയും മുതലും അടക്കം ഞാൻ കൊടുക്കും. മോളെ ഒന്ന് പതുക്കെ പറ. നീ പറയുന്നത് കേട്ടോണ്ട് ആരെങ്കിലും വരൂ. കേക്കട്ടെ അമ്മേ, ഇതൊക്കെ കേൾക്കേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ആ നയനാന്ന് പറയുന്നവള്. അല്ലമ്മേ, അവള് ഗർഭിണിയല്ലേ? അതേ മോളെ, ആ സന്തോഷാണ് ഇപ്പൊ എല്ലാരും ഇവിടെ പങ്കുവെച്ചോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാ എനിക്കും നിന്റെ ഏട്ടനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതെനിക്കറിയാമേ. അവരുടെ ഗർഭം അലസിപ്പിക്കാനുള്ള വിദ്യയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഒന്ന് തന്നെ അലസിപ്പിക്കാൻ നോക്കിയതേ നിന്റെ ഏട്ടന്റെ തലയിലിരിക്കുക. ഏട്ടൻ ഒരു മന്ദബുദ്ധിയാ. അതുകൊണ്ട് ഏട്ടൻ ചെയ്യുന്നതൊക്കെ വൻ പരാജയമായിരിക്കും. പക്ഷേ ഈ ദേവു അങ്ങനെ അല്ലമ്മേ. കോൺഫിഡൻസ് ഒക്കെ കൊള്ളാം. നിന്റെ ഏട്ടനെ കൊണ്ട് കഴിയാത്തത് നീ വേണം സാധിപ്പിക്കാൻ. അതുകൊണ്ടാണ് അയർലാൻഡിൽ നിന്ന് നിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പിന്നെ ഒരു കാര്യം, നിന്നെ നല്ല കോടീശ്വരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാ എന്റെ മനസ്സിൽ ആഗ്രഹം. അതുപോലെയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിലേ നീ വിചാരിക്കണം. അമ്മ എന്ത് ഈ പറഞ്ഞോണ്ട് വരുന്നത്? അതെ, നീ നിന്റെ ഏട്ടനെ കാണുന്നതിന് പകരം ആദ്യ കിളവനെയും കിളവിയും പോയി കാണ്. നിന്റെ ഏട്ടനെ മൂർത്തീസ് ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫ് പോലും അല്ല ഇപ്പോ. അതുകൊണ്ട് അവനെ ചെന്ന് കണ്ടതുകൊണ്ട് കാര്യമൊന്നുമില്ല. ആ കിളവന്റെയും കിളവിയുടെയും മനസ്സ് എങ്ങനെയെങ്കിലും കവർന്നെടുക്കാൻ നോക്ക്. അമ്മ പറഞ്ഞതും ശരിയാണ്. അവര് കനിഞ്ഞാലല്ലേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കൂ. അതുകൊണ്ടേ ഞാൻ നിന്ന് അവരാദ്യം കണ്ടിട്ട് വരാം. ശരി മോളെ. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് ദേവു നേരെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മുറിയിലോട്ട് പോകാൻ കേട്ടോ. ആ സമയത്താണ് മുത്തശ്ശിയും മുത്തശ്ശനും ഡോർ അടച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നത് കാണിക്കുന്നത്. അങ്ങനെ അവരെ കണ്ടപ്പോ തന്നെ ദേവു ആക്ടിങ് തുടങ്ങുന്നുണ്ട് കേട്ടോ. മുത്തശ്ശ, ഈ മുത്തശ്ശ എന്നുള്ള വിളി കേട്ടപ്പോ തന്നെ മുത്തശ്ശിയും കൂടി അവളെ നോക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി അവളെ കണ്ട പാടെ തന്നെ പറയുന്നുണ്ട്, അയ്യോ ഇതാര്? ഇതേ നോക്കി, നമ്മുടെ ദേവുമോള്. പറഞ്ഞപ്പോ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവുമോളല്ലേ ഇത്? മോളിത് എപ്പം വന്നു? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ മുത്തശ്ശ. ഓ, എന്നിട്ട് ആരും മോള് വരുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. കുറച്ചു മുമ്പ് നമ്മൾ ജലജയെ കണ്ടതല്ലേ. അത് പിന്നെ മുത്തശ്ശ, ഞാൻ ആരോടും ഈ വിവരം പറഞ്ഞില്ല. അല്ല, അതെന്താ പറയാതെ വന്നത്? അത് പിന്നെ ഒരു സർപ്രൈസ് എൻട്രി ആയിക്കോട്ടെ എന്ന് കരുതി മുത്തശ്ശ. നിന്റെ സർപ്രൈസ് ഒക്കെ കൊള്ളാം.
പക്ഷേ അയർലാൻഡിൽ നിന്ന് വരുന്നത് പറയുന്നതേ അത്ര നിസ്സാര കാര്യമല്ല. ഇത് കേട്ടപ്പോ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇദ്ദേഹം അതൊക്കെ വിട്, മോളിന്ന് വന്ന് കയറിയതേ ഉള്ളൂ, വഴക്കൊന്നും പറയണ്ട. ഞാൻ വഴക്കൊന്നും പറയുന്നില്ലടോ വസുന്ധരെ, അയർലാൻഡിൽ നിന്ന് ഒറ്റക്ക് വന്നതുകൊണ്ട് പറഞ്ഞു പോയതാ. സോറി മുത്തശ്ശ, ഇനി ഞാൻ അങ്ങനെ വരില്ല. എന്തായാലും ഇപ്പൊ ഒരു പറ്റില് പറ്റിപ്പോയി, അത് വിട്. ശരി, ഞാൻ അതൊക്കെ വിട്ടു. അല്ല മോളെ, അയർലാൻഡിലെ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ മുത്തശ്ശി പറയും, എങ്ങനെ ഉണ്ടാവാനാ, കുടുംബത്തെയും കൂട്ടരെയും ഒക്കെ വിട്ട് അവിടെ പോയി താമസിക്കല്ലേ, അത്ര വലിയ സുഖമുള്ള കാര്യമൊന്നല്ല. അയ്യോ മുത്തശ്ശി എന്തേ ഈ പറയുന്നത്? അവിടെ ഞാൻ അടിച്ചു പൊളിച്ച ജീവിച്ചത്, പിന്നെ ഇങ്ങോട്ട് വരുന്നതിലാ എനിക്ക് സങ്കടം ഉണ്ടായത്. പിന്നെ പഠനം പൂർത്തിയാക്കിയ ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓ ഇവൾ അബിയെ പോലെ തന്നെയല്ലേ, കുടുംബവും കൂട്ടരെയൊന്നും അവക്ക് വേണ്ട ആവശ്യമില്ല. അവക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് എവിടെയാണോ അവിടെ അവൾ സുഖമായിട്ട് ജീവിക്കും. മുത്തശ്ശ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നീ എങ്ങനെ പറഞ്ഞതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോഴാണ് ദേവ്യാനി അങ്ങോട്ട് വരുന്നത്. ആഹാ, ഇതാര് ദേവോ, നീ ഇതെപ്പ എത്തി? ആഹാ അമ്മായി, ഞാൻ ഇപ്പൊ ഇത് എത്തിയതേ ഉള്ളൂ. അല്ല, നീ ഇന്ന് വരുന്ന വിവരം ജലജ പറഞ്ഞില്ലല്ലോ. അതിന് ഞാൻ വരുന്ന വിവരം അമ്മയ്ക്ക് അറിയില്ലല്ലോ. എന്നാലും പറയാതെയാണോ നീ അയർലാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്? ഷെടാ, എല്ലാവർക്കും ഒരു സർപ്രൈസ് തരാന്ന് കരുതിയാ ഞാൻ വന്നത്. അതിപ്പോ ഇത്ര വലിയ തെറ്റായോ? അയ്യോ, തെറ്റായെന്നൊന്നും പറഞ്ഞതല്ല മോളെ. ഇത്രയും ദൂരെന്ന് മോൾ ഒറ്റയ്ക്കല്ലേ വരുന്നത്. ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ആദർശിനെയോ അബിയോയോ അങ്ങോട്ട് വിടില്ലായിരുന്നു. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും ഞാനിപ്പോ എത്തിയില്ലേ, അതൊക്കെ വിടുന്നേ. ശരി, എത്തിയതെത്തി. ഇനി ഇതുപോലുള്ള കുട്ടികളികളൊന്നും വേണ്ട. അതിനെങ്ങനെയാ, ജലജയെ പറഞ്ഞാ മതിയല്ലോ. എന്നെ എന്തിനാ എടുത്ത് കിട്ടുന്ന സമയമൊക്കെ ഇങ്ങനെ പറയുന്നത്? ഇവള് വരുന്ന വിവരം എന്നോടൊന്നും വിളിച്ചു പറഞ്ഞിരുന്നില്ല. ആ, വിളിച്ചു പറഞ്ഞോ ഇല്ലേന്നൊക്കെ നിനക്കെല്ലാം അറിയൂ. ദേവു, ഇത് കേൾപ്പിക്കാനല്ലേ നീ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ട് വന്നത്? അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, ആ അതൊക്കെ വിട്, ഇന്ന് എന്തായാലും ദേവമോള് വന്നതല്ലേ, അതുകൊണ്ട് വെറുതെ ഒരു വഴക്ക് വേണ്ട. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നവ്യ വരുന്നത്. നവ്യയുടെ കൂടെ തന്നെ അബിയും വരുന്നുണ്ട് കേട്ടോ. അബിയുടെ കയ്യിൽ കുഞ്ഞുണ്ട്. എന്നാ നവ്യയെ കണ്ട പാടത്തന്നെ ഇവക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അബിയെ കണ്ടപ്പോ തന്നെ അബിയെ ചെന്ന് ഓടിപ്പോയി കെട്ടിപ്പിടിക്കാണ്. ഏട്ടാ, മോള് വരുന്ന വിവരം ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ. ഞാനൊരു സർപ്രൈസ് എന്റെ തന്നതാ, ഇനിയും എന്നെ അതിൽ കുറ്റപ്പെടുത്തല്ലേ ഏട്ടാ. ശരി ശരി, ഞാനിവിടെ നടക്കുന്നതൊക്കെ കേട്ടു, അതുകൊണ്ടേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നവ്യ, കുഞ്ഞിനെ പിടിച്ചേ. ഇതും പറഞ്ഞോണ്ട് നവ്യക്ക് കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട്, ദേവു നിനക്ക് സുഖയല്ലേ? ആ, കുഴപ്പമൊന്നുമില്ല. ഒരു മൈൻഡ് ഇല്ലാതെയാണ്ടോ ഇതൊക്കെ പറയുന്നത്. അപ്പൊ തന്നെ തൊട്ടിപ്പുറത്ത് നിന്ന് ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ ആ കുഞ്ഞിനൊന്ന് വാങ്ങ്. എന്തിനമ്മേ, എനിക്ക് ആ കുഞ്ഞിനെ എടുക്കണ്ട. മോളെ, അവളെ ഒന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും ആ കുഞ്ഞിനെ വാങ്ങ്, നമുക്ക് അവളെ വെച്ച് വേണം കളിക്കാൻ. ശരി. ഇതും പറഞ്ഞോണ്ട് നേരെ ആ കുഞ്ഞിന്റെ അടുത്തോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. മോനെ വാടാ. ഇതും പറഞ്ഞോണ്ട് കുഞ്ഞിനെ വാങ്ങുമ്പോ നവ്യക്ക് സന്തോഷാവുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ എന്തായാലും മോള് വന്നതല്ലേ, അതുകൊണ്ട് ഇന്ന് നല്ലൊരു സദ്യ തന്നെ ആയിക്കോട്ടെ. അപ്പൊ ജലജ പറയുന്നുണ്ട്, അതെ അതെ, എന്റെ മോൾ കുറെ നാളുകൾക്ക് ശേഷം വരുവാ, അതുകൊണ്ട് ഇന്ന് നല്ല സ്പെഷ്യൽ ആയിക്കോട്ടെ. അപ്പൊ ദേവ് പറയുന്നുണ്ട് കേട്ടോ, അയ്യോ അത് പറ്റില്ല, ഇന്ന് എനിക്ക് ലഞ്ച് പുറത്തീന്നാ. അതെന്ത് പറ്റി മോളെ? എന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാനൊന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കൂടെ ഇന്ന് എനിക്ക് ഫുഡ്. അപ്പൊ ജലജ പറയുന്നുണ്ട്, മോളെ കുറെ ദിവസത്തിന് ശേഷം നീ ഇപ്പൊ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവർക്ക് ഞാൻ വാക്കുകൊടുത്ത് പോയി. ഓക്കെ, എന്തായാലും ഡിന്നർ നമ്മൾ ഒരുമിച്ച് കഴിക്കാം. എന്നാ ഇതൊന്നും മുത്തശ്ശന് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ദേവു, നീ വന്നു കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നീ ഫ്രണ്ട്സിന്റെ കൂടെ പോയാണോ ഭക്ഷണം കഴിക്കേണ്ടത്? അപ്പൊ അബി പറയുന്നുണ്ട്, അതേ മോളെ, നീ ലഞ്ച് ഇവിടുന്ന് കഴിച്ചോ, പിന്നെ ഡിന്നർ നിനക്ക് പുറത്ത് വെച്ചാവാലോ. ഏയ് അത് പറ്റില്ല, എന്റെ ഫ്രണ്ട്സിന് കൊടുത്ത വാക്ക് എനിക്ക് തിരുത്താൻ പറ്റില്ല. കാര്യം ചെയ്യാം, ഞാൻ ലഞ്ച് കഴിച്ചിട്ട് പെട്ടെന്ന് വരാം ഇങ്ങോട്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, എടാ വസുന്ധരെ താനൊന്ന് വന്നേ. ഇതും പറഞ്ഞോണ്ട് മുത്തശ്ശി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ആ കുഞ്ഞിനെ നേരെ നവ്യയുടെ കയ്യിലോട്ട് അങ്ങ് കൊടുക്കാണ്. അമ്മേ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, ഞാൻ നല്ല ടയേർഡാ. ഒരു 2 hours എങ്കിലും എനിക്ക് നന്നായിട്ട് കിടന്നുറങ്ങണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ലഞ്ച് കഴിക്കാൻ പോവാൻ. ശരി. ഇതും പറഞ്ഞോണ്ട് അങ്ങനെ നേരെ അവള് റൂമിലോട്ട് കയറി പോവാണ്. റൂം തുറന്ന പാടെ തന്നെ ദേവുവിന് ദേഷ്യം വരാൻ കേട്ടോ. ഛേ, ഈ റൂം എന്താ ഇങ്ങനെ? എന്തു പറ്റി മോളെ? അമ്മേ, എന്റെ റൂം എന്താ ഇത്ര ഡിസോർഡർ ആയിട്ട് കിടക്കുന്നത്? ഇവിടെ എല്ലാ ദിവസവും വന്ന് ക്ലീൻ ചെയ്യാറില്ലേ? ഇവരെയൊക്കെ ഇവിടുത്തെ ജോലിക്കാർ ക്ലീൻ ചെയ്യുന്നതാണ്. പക്ഷേ ഈ റൂം കുറച്ച് ദിവസമായിട്ട് വേറെ ആൾക്കാരായിരുന്നു ഉപയോഗിച്ചത്. വേറെ ആൾക്കാരോ? അതാര്? മോളെ, അനിയും അനിയുടെ ഭാര്യയും ഇവിടെയായിരുന്നു കഴിഞ്ഞത്. ഓ, അവർക്ക് വേറെ എവിടെയും കൊടുക്കാൻ കണ്ടില്ലേ? എന്റെ മുറിയായിരുന്നു കിട്ടിയത്. ഇതല്ലേ മോളെ കുറച്ചുകൂടി വലിപ്പമുള്ള റൂം, അതുകൊണ്ടാ അവരുടെ ആദ്യ രാത്രി ഇവിടെയാക്കിയത്. പിന്നീട് അവർ ഈ റൂമിൽ തന്നെ ആയിരുന്നു. ഓ, എന്റെ റൂമിൽ ഞാൻ പലതും പല സ്ഥലത്താ വെച്ചിരുന്നത്. അതൊക്കെ ഇപ്പൊ ഡിസോർഡർ ആയില്ല അമ്മേ. എന്ത് ചെയ്യാനാ മോളെ, എനിക്ക് ഇവിടെ അത്ര വലിയ സ്വാധീനമൊന്നുമില്ല. അതുകൊണ്ടേ നിന്റെ റൂം എടുക്കണ്ടെന്ന് പറയാനുള്ള അധികാരമൊന്നും എനിക്കില്ല. നീ മുൻപേ പറഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാൻ പറയുമായിരുന്നില്ലേ? പെട്ടെന്ന് ഓടിപ്പിടിച്ച് വരുമെന്ന് ആര് കണ്ടു? ആ അനാമികയുടെ സാധനങ്ങളൊക്കെയാ ഇവിടെ ഉണ്ടാവുക, അതൊക്കെ നാളത്തേക്ക് ക്ലീൻ ചെയ്യിപ്പിക്കാം.
മോൾ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം എന്റെ മുറിയിൽ കിടക്കേ. ഏയ് അതൊന്നും പറ്റില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഒരു മുറി കിടക്കണം. എന്നാ പിന്നെ കുറച്ചു നേരത്തിനുള്ളിൽ ഇത് ക്ലീൻ ചെയ്തു തരാൻ പറയാം. അപ്പൊ പിന്നെ ഞാൻ എവിടെ കിടക്കും? മോളെ എന്റെ മുറി വന്ന് കിടക്ക്. ഷെടാ, ഇത് വലിയ കഷ്ടമാണല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചോണ്ട് തന്നെ ദേവു അമ്മയുടെ മുറിയിലോട്ട് പോവാണ്. ആ സമയത്താണ് കേട്ടോ മകനും അങ്ങോട്ട് വരുന്നത്, അതായത് അബി. മോളെ, ആ ഏട്ടാ, ഏട്ടന് അവിടെ വെച്ചൊന്ന് കാര്യമായിട്ട് കാണാൻ പറ്റിയില്ല. ആ, കുറെ പിശാചുക്കളല്ലേ താഴെ ഉള്ളത്, അവരുടെ ഇടയിൽ നിന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല മോളെ. അല്ല, നിന്റെ യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര ഒക്കെ സുഖമായിരുന്നു. ആ മോളെ, നീ ഇങ്ങോട്ട് വന്നിട്ട് പല ദൗത്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ദൗത്യമൊന്നും മറക്കരുത്. അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ലേട്ടാ. എന്റെ ഏട്ടനെ തല്ലി ചതച്ചവളില്ലേ, അവളെ ഒന്ന് എനിക്ക് പോയിട്ട് കാണണം. അവളെ എനിക്ക് വരച്ച വരയിൽ നിർത്തണം. മുതലും പലിശ അടക്കം എന്റെ ഏട്ടനെ തല്ലി ചതച്ച പോലെ അവളെ ഞാൻ ശരിപ്പെടുത്തു. മോളെ, 4-5 തടിമാടിമാർ വന്നാലും അവൾ ഒരു കൂസലുമില്ലാതെ അവരെ അടിച്ചൊതുക്കും. അങ്ങനെയുള്ളവൾ അടുത്തേക്കാ പോകുന്നതെന്നുള്ള ബോധം ഉണ്ടാവണം. അതൊക്കെ എനിക്കുണ്ട് ഏട്ടാ. എല്ലാവരും പറയുന്നത് കേട്ട് കേട്ട് എന്റെ ചെവി തഴമ്പിച്ചു. ഇനിയും അവളെ അവളുടെ വീട്ടുകാരും ഞാൻ വെറുതെ വിടില്ല. അല്ല അതിരിക്കട്ടെ, അമ്മ എന്തിനാ അവളുടെ കുഞ്ഞിനെ എന്നോട് എടുക്കാൻ പറഞ്ഞത്? അതെ, അവളുടെ മാത്രം കുഞ്ഞല്ല, നിന്റെ ഏട്ടന്റെ കൂടി കുഞ്ഞാ. അതിന് എടി, അതാണ് നമ്മുടെ ഇവിടുത്തെ നിലനിൽപ്പ്, ആ കച്ചിത്തുരുമ്പ്. അതിനെ മുൻനിർത്തിയാണ് നമ്മളിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിലേ നിന്റെ ഏട്ടൻ ഇവിടെ യാതൊരുവിധ സ്ഥാനം ഉണ്ടാവില്ല. ആ മോളെ, ബാക്കിയൊക്കെ ഞാൻ പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നീ റെസ്റ്റ് എടുക്ക്. ഇതും പറഞ്ഞോണ്ട് അബി അവിടുന്ന് പോവാൻ കേട്ടോ. ആ നിക്കമ്മേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ആദർശേട്ടന് ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചെന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടിയുടെ വീട് എവിടെയാ? അവളിപ്പ അതിന് വീട്ടിലല്ല, ഹോസ്പിറ്റലില്ല. അവളെ നിന്റെ ഏട്ടൻ പിടിച്ച് കൊല്ലാൻ നോക്കിയെന്നൊക്കെ എല്ലാരും പറയുന്നത്. അതിൽ വലിയ സത്യം ഉണ്ടോന്ന് ആര് കണ്ടു? അല്ല, എന്തിനാ ഏട്ടൻ ആ പെണ്ണിനെ കൊല്ലാൻ നോക്കിയത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചോദിച്ചപ്പോ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരുത്തി തന്നെ ഇവിടെ കയറിപ്പറ്റി, അതിന് പുറമെ രണ്ടാമതൊരുത്തി കൂടി കയറിപ്പറ്റി കഴിഞ്ഞാൽ അവന് കിട്ടാനുള്ളതൊക്കെ കുറയുന്നു. പക്ഷെ അതല്ലേ നമുക്കൊരു കച്ചിത്തുരുമ്പാവുള്ളമ്മേ. അതൊക്കെ ശരിയാ, പക്ഷെ നിന്റെ ഏട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ശരിയാ. എന്നാലും ആദർശേട്ടൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല അമ്മേ. അവൻ സമ്മതിക്കുന്നുണ്ട് ചെയ്തെന്നും പറഞ്ഞ്. പിന്നെ അതിലെന്താ നമുക്ക് വിശ്വസിച്ചാ? ആദർശേട്ടൻ അങ്ങനെ മൂളി നിൽക്കുമ്പോ പിന്നെ നമുക്ക് വിശ്വസിക്കല്ലാതെ നിവൃത്തിയില്ലല്ലോ. അല്ലമ്മേ, ആ പെണ്ണിനെ കണ്ടില്ലല്ലോ, ആ ചന്തുമോളെന്ന് പറയുന്നവളെ. ആ പെങ്കൊച്ച് സ്കൂളിൽ പോയിരിക്കുക. അത് വന്നാ കാണാം. ആ പിശാചിനെ കണ്ടിട്ട് വേണം എനിക്ക് അവളൊന്ന് വേദനാക്കാൻ. അയ്യോ, വേദനയാക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ആരും കാണാതെ വേണം. ആരെങ്കിലും കണ്ടാലേ നീയും കൂടി ഇവിടുന്ന് പുറത്താവും. അല്ലെങ്കിൽ നിന്റെ ഏട്ടനെ ഓരോ കുനിഷ്ടുകൾ ഒപ്പിച്ചു വെക്കുക. അതിന് പുറമെ ഇവിടുന്ന് പുറത്തോട്ട് പോവാൻ നീ ആയിട്ട് വഴിയൊരുക്കരുത്. എങ്ങനെയെങ്കിലും നിന്റെ വിവാഹം ഒരു കോടീശ്വരനെ കൊണ്ട് നടത്തണം. അതാണ് എന്റെ മനസ്സിലാഗ്രഹം. അതിന് പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടമ്മേ. അതാരാ? അതാണ് സൗരവ്. എന്റെ കൂടെ പഠിക്കുന്നതാ. അവനെ കോടീശ്വരനാ. ഇതുപോലെ നിന്റെ ഏട്ടനെ ഒരുത്തിയെ സ്നേഹിച്ചു. അവൾ നല്ല രീതിക്ക് എന്നെ പറ്റിച്ച് അവന് വിവാഹം കഴിക്കുകയും ചെയ്തു. അവസാനം അതുപോലെ ആവരുത്. എല്ലാം നോക്കിയും കണ്ടു വേണം ഒരുത്തനെ പ്രണയിക്കാൻ. എന്റെ അമ്മേ, ഈ അനന്തപുരി എന്ന് പറഞ്ഞ പോലെ തന്നെ വലിയ പേര് കേട്ടവരാണ് ഇവരും. സൗരവിന്റെ ഫാമിലി ഫുള്ള് ഗൾഫാണ്. അവരും നല്ല പണക്കാരാ അമ്മേ. എന്തായാലും സാവകാശം നമുക്ക് കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാം. ശരി അമ്മേ, എന്നാ മോള് ഫ്രഷ് ആയിക്കോ. ഞാൻ നിനക്കേ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാം. ഇതും പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് പോവാണ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ദേവയാനിയാണ് കേട്ടോ. ദേവയാനി നയനയുടെ അടുത്തോട്ട് വരുന്നത് കാണിക്കുന്നുണ്ട്. മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എവിടേക്ക് തെരഞ്ഞു എന്നറിയോ? അയ്യോ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നമ്മേ. എന്താ കാര്യം? വേറൊന്നല്ല മോളെ, ഇവിടെ ഒരുത്തി ലാൻഡ് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞോ? ഞാൻ അറിഞ്ഞു. അപ്പച്ചിയുടെ മകള് വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുണ്ട്. മോള് കണ്ടിരുന്നോ? എന്നെ കണ്ടിരുന്നു, പക്ഷെ എന്നോടൊന്നും സംസാരിച്ചില്ല. മോൾ അതൊന്നും കാര്യമാക്കണ്ട. ആ ജലജയെ ഓരോന്നും പറഞ്ഞ് വിഷം കുത്തി വെച്ചിട്ടുണ്ടാവും അതിന്റെ മനസ്സിൽ. അതുകൊണ്ട് ചിലപ്പം അവളെ പോലെ തന്നെ അവക്കും മോളോട് നല്ല പകയായിരിക്കും. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല അമ്മേ. അപ്പച്ചി എന്തായാലും വിളിക്കുമ്പോ എന്നെ കുറിച്ച് മോശമല്ലാതെ ഒന്നും നല്ലത് പറയില്ല. അതുകൊണ്ട് അവളുടെ മനസ്സിലും എനിക്ക് എന്ത് സ്ഥാനം ഉണ്ടാവുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മോളെ, ആ വന്നിരിക്കുന്നതും അത്ര നല്ല ഇനമൊന്നും അല്ല. വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളാ. പ്രത്യേകിച്ച് ജലജയുടെ മകളായതുകൊണ്ട് പറയാണ്. എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഈ വരവിന് പിന്നാലെ ഉണ്ടാവും. അവളുടെ മനസ്സിൽ അങ്ങനെ വെറുതെ ഇരിക്കാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ മോളുടെ നേർക്കും അവൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. എനിക്കങ്ങനെ ആരെയും പേടിയില്ല അമ്മേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഒറ്റ തടിയല്ല, നിന്റെ വയറ്റിലും ഒരു കുഞ്ഞുണ്ട്. ചിലപ്പോ നിന്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി അവരെന്തും ചെയ്യാൻ മടിക്കില്ല മോളെ. അതുകൊണ്ട് മോളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ശരി അമ്മേ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഈ ദേവുവിനെയാണ് കേട്ടോ. ഇവളാണെന്നുണ്ടെങ്കിൽ ജലജയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. അമ്മേ, ആദർശേട്ടൻ എവിടെ? ഞാൻ വന്നപ്പോ മുതല് ആദർശേട്ടനെ തിരക്കുക. ആദർശേട്ടനെ കണ്ടില്ലല്ലോ. നിനക്കെന്തിനാ അവനെ? അല്ല, ഒന്നുമില്ലെങ്കിലും ഞാൻ പ്രണയിച്ച ആളല്ലായിരുന്നു എന്ന് കരുതി നിനക്ക് വീണ്ടും അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടോ? പിന്നെ ഞാൻ എന്തിനാ അമ്മ സൗരവിന്റെ കാര്യം പറഞ്ഞത്? എനിക്കെന്തായാലും അയാളെ വേണ്ട.
പിന്നെന്തിനാ നീ ഇപ്പൊ അയാളെ തിരക്കുന്നത്? അല്ല, ഒന്ന് കാണാനാ, ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പിന്നെ അയാളുടെ ലൈഫ് തകർക്കാനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സൗരവിനെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാലോ. എനിക്കറിയാമേ, അവൻ ഒരു ചീത്ത സ്വഭാവവും ഇല്ല. ആ, നന്നായി നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിലേ ഞാൻ നിനക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. അല്ല, എന്ത് ഐഡിയ അമ്മ പറഞ്ഞുതരാൻ പോകുന്നത്? അതായത് ഈ സൗരവ് എന്ന് പറയുന്നവൻ നമ്മളെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ VIP ആണോ? അയ്യോ അമ്മേ, അവൻ ശരിക്കും VIP ആണ്. നമ്മളെ പോലെ തന്നെ VIP-കളാ. ആ ആദർശന് നിന്നെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം നടത്തി തന്നേനെ. ഇനിയിപ്പൊ അത് കഴിയില്ലല്ലോ. സൗരവിന്റെ അടുത്തോട്ടൊന്നും നീ പോകേണ്ട ആവശ്യമില്ലേനെ. നിനക്ക് എന്റെ കൂടി വീട്ടിൽ തന്നെ കഴിയായിരുന്നു. അതിനുള്ള ചാൻസ് ഒക്കെ നഷ്ടപ്പെട്ടില്ല അമ്മേ. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഇപ്പോഴും ഒരു സാധ്യത കിടപ്പുണ്ട്. അതെന്ത് സാധ്യത? ഞാൻ വീണ്ടും ആ ആദർശിനെ കെട്ടണമെന്നാണോ? ഒരു പെണ്ണിനെ വഞ്ചിച്ച് അതിലൊരു കുഞ്ഞുണ്ട്. 4-5 വയസ്സ് കാണല്ലോ അവക്ക്. അത് പോരാത്തതിന് ഇപ്പൊ ഒരുത്തിയെ ഗർഭിണിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കൂടാതെ വേറെ എവിടെയൊക്കെ സ്ത്രീകളുണ്ടെന്ന് ആര് കണ്ടു? അങ്ങനെ ഒരുത്തനെ വീണ്ടും എന്നോട് വിവാഹം കഴിക്കാൻ പറയരുതമ്മേ. അയ്യോ, അവനല്ലേനും നിന്നോട് വിവാഹം കഴിക്കാൻ ഞാൻ പറഞ്ഞു. പിന്നെ ആരുടെ കാര്യം അമ്മ പറയുന്നത്? മോളെ, വേറെ ആരുമല്ല, ഈ വീട്ടിലെ 3ാമത്തെ സന്തതിയില്ലേ? ആര്? അനിയോ? അവൻ തന്നെ. അവനിപ്പോ ബന്ധം വേർപിരിഞ്ഞിരിക്കുക. അവന് നല്ലൊരു ബന്ധം ഒത്തു വന്നു കഴിഞ്ഞാൽ എന്തായാലും ജാനകി ആ വിവാഹം നടത്തും. അതിലിപ്പോ നമുക്കെന്താ അമ്മേ കാര്യം? എടി മോളെ, ഞാൻ അതാ പറഞ്ഞത്, നീ അവനെ വേണം ചാക്കിട്ട് പിടിക്കാനെന്ന്. ഈ സൗരവനൊക്കെ നീ കള. അമ്മേ, സൗരവനെ കളയാ അമ്മ പറയരുത്. അവൻ എത്ര നല്ലവനാണെന്ന് അറിയോ അമ്മയ്ക്ക്? അവനും കോടീശ്വരൻ, നമ്മളും അവനും കോടീശ്വരരാ. അപ്പൊ പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന തുകയുടെ അളവ് എത്ര വലുതാണെന്ന് അറിയാം അമ്മയ്ക്ക്. ദേ അമ്മേ, ഞാൻ അമ്മയെ ദത്തെടുത്തതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനി ഇവിടെ നിന്നാരും പറയാതിരുന്നാ മതിയായിരുന്നു. നമ്മള് മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു അംഗമാണെന്നാണ് സൗരവ് വിചാരിച്ചിരിക്കുന്നത്. ദേ, ഈ സൗരവിനെ വിട്ടിട്ടേ നീ അനിയെ വല്ലതും പ്രണയിക്കാൻ നോക്ക്. അമ്മ എന്ത് ഈ പറയുന്നത്? ഞാനും അനിയും പ്രണയിക്കേ? അയ്യേ, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ അവനെ എന്റെ അനിയനെ പോലെയാ കണ്ടത്. ദേ, അത് മാത്രമല്ല, അവൻ ഒരുത്തിയെ കെട്ടിയവനാ. അതും പോരാത്തതിന് ഒരു മുട്ടച്ചിപ്പെണ്ണിനെ പ്രണയിച്ച് അവളുടെ പിന്നാലെ പൂവാലം പോലെ നടക്കുക. അതൊക്കെ പോട്ടേന്ന് വെക്കാം. ഞാനും അവനും തമ്മിൽ വയസ്സിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അമ്മേ? ഞങ്ങൾ സമപ്രായക്കാരല്ലേ? ഞാൻ എങ്ങനെയാ അവന് വിവാഹം കഴിക്കാം? മോളെ, സമപ്രായൊന്നും ഇപ്പൊ ഒരു പ്രശ്നമല്ല. ദേ, നിനക്കെങ്ങാനും അവന് ഇഷ്ടമാണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ജാനകി ചിലപ്പോ സമ്മതിക്കും ഈ കാര്യത്തിന്. എനിക്ക് അങ്ങനെയുള്ള സമ്മതമൊന്നും വേണ്ട അമ്മേ. എനിക്ക് എന്റെ സൗരവിനെ മതി. എടി, നീ വെറുതെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. നിന്റെ ഏട്ടൻ തന്നെ ഞാൻ പറഞ്ഞ വഴിക്കൊന്നും പോവാതെയും കണ്ടിട്ട് ജീവിതം കോളം തോണ്ടി കാശിന് പോലും ഗതിയില്ലാത്തവളെ ഈ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നു. അതൊക്കെ പോട്ടേന്ന് വെക്കായിരുന്നു. ആ വീട്ടിൽ നിന്ന് തന്നെയാണ് ഒരുത്തിയും കൂടി ഇങ്ങോട്ട് കയറി വന്നത്. ഇനിയും 3ാമത്തേലും കൂടി ഇങ്ങോട്ട് കയറ്റാൻ അവർ കരുതണ്ട. അതിന് പകരം നീ സമ്മതിക്കണം എന്നാ പറഞ്ഞത്. അമ്മേ, അതെങ്ങനെ നടക്കും അമ്മേ? സൗരവിനെ എങ്ങനെയെങ്കിലും ചതിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അമ്മ ഈ ബന്ധത്തിന് സഹകരിക്കുമെന്ന്. അതൊക്കെ ഞാൻ സഹകരിപ്പിച്ചോളാം. നീ എന്റെ കൂടെ നിന്നാ മതി. എന്തെങ്കിലും ആവ്, ഞാൻ എന്താ ചെയ്യാം? നിങ്ങളൊക്കെ പറഞ്ഞതിന് തല താഴ്ത്തി കേട്ട് നിന്ന് തരാം. ഇതും പറഞ്ഞോണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ നൈനയാണ് കേട്ടോ കാണുന്നത്. നൈനയെ ദേവു കാണാതെ തന്നെ ഇടിച്ചിടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ദേവു തിരിഞ്ഞു നോക്കുമ്പോ നൈന ഒരു സൈഡിലോട്ട് ചെരിഞ്ഞു വീഴുന്നതാണ് കാണുന്നത്. ഇത് കണ്ടോണ്ട് തന്നെ പിന്നാലെ ദേവയാനി ഉണ്ട് കേട്ടോ. ദേവയാനി ഓടി ചെന്നിട്ട് മരുമകളെ ചേർത്ത് പിടിക്കുകയാണ്. അയ്യോ മോളെ, മോക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ലമ്മേ. ദേവു നിക്ക്. എന്താ അമ്മായി? എന്താ അമ്മായി എന്നോ? നീ ഒരാളെ തള്ളിയിട്ട് ഇപ്പൊ ഇവിടുന്ന് പോയില്ലേ? ഞാനോ? എപ്പൊ തള്ളിയിട്ടു? ദേ, നീ വെറുതെ എന്റെ വായിലിരിക്കുന്ന കേൾപ്പിക്കരുത്. വന്നു കയറിയ ദിവസം തന്നെ നീ എന്തെങ്കിലും കേൾപ്പിക്കോ? അമ്മ ഇത് എന്തൊക്കെയോ പറയുന്നത്? നീ ഇപ്പൊ നൈനെ തള്ളിയിട്ടില്ലേ? അയ്യോ, ഞാനിവിടെ എന്തോ നിൽക്കുമായിരുന്നു. അത് എന്റെ കൈ തട്ടി വീണെന്നാ കരുതിയത്. ഞാൻ ഇവരെയായിരുന്നു തള്ളിയിട്ടത്. ഞാനത് ശ്രദ്ധിച്ചില്ല. എടി, നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ? അമ്മേ, വേണ്ട അമ്മേ. അത് പറഞ്ഞാ പറ്റില്ല. ഒരാളെ തള്ളിയിട്ടിട്ട് അതറിയാതെ എങ്ങനെയാ ആള് പോകുന്നത്? എന്റെ അമ്മായി ഞാൻ കണ്ടില്ല. ഞാൻ ഉള്ളതേ പറഞ്ഞോളൂ. അല്ലേനും ഇവരെ തട്ടിയിടേണ്ട ആവശ്യം എനിക്ക് എന്തിനാ? മോളെ നൈനെ, നീ ശ്രദ്ധിക്കണ്ടേ മോളെ? ഞാന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അറിയാതെ തട്ടിയിട്ട് പോയതല്ല. അത് കുഴപ്പമില്ല. ഇനിയിപ്പൊ നിങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആദർശേട്ടൻ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടും നിങ്ങൾ അതിനെ വലിയ കാര്യമാക്കാതെ ആദർശേട്ടനെ പറ്റി പിടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ കണ്ണ് ഇവിടുത്തെ സ്വത്തിലാണെന്ന്. ദേവു, വെറുതെ എന്റെ വായിലിരിക്കുന്ന കേൾപ്പിക്കരുത് നീ. അമ്മേ, വേണ്ടമ്മേ. അമ്മായിക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഇവരെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, അത് ഞാൻ സഹിക്കില്ല. ദേവു, നീ കുറെ നേരമായല്ലോ എന്നെ ഇങ്ങനെ ഓരോന്ന് പറയുന്നു. നിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാ? നീയല്ലേ എന്നെ തട്ടിയിട്ടത്? അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനി വരുന്നത്. എന്തുപറ്റി? ഒന്നുമില്ല, ഞാനേ ഇവരെ ഒന്ന് അറിയാതെ തട്ടിയിട്ടു. എന്ത്? ഏട്ടത്തെ തട്ടിയിട്ടെന്നോ? ഏട്ടത്തി ഗർഭിണിയാ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അറിയാതെ തട്ടിയിട്ടു. എന്താ ദേവു, നീ നിന്റെ പഴയ സ്വഭാവം എടുക്കുകയാണോ? അനി, ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല.
ഉണ്ടാക്കുന്നതൊക്കെ ഇവരൊക്കെ കൂടിയാ. ഇവരോട് മിണ്ടാതിരിക്കാൻ പറയുന്നത് നല്ലതായിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചോണ്ടാണ് അവിടുന്ന് ദേവ് പോകുന്നത്. അങ്ങനെ ദേവുവിന്റെ അടുത്തോട്ട് ജലജ വരുന്നുണ്ട്. മോളെ, അമ്മേ, എനിക്കിപ്പോ ഇവിടെ പഴയ പോലെ പ്രാധാന്യമൊന്നും ലഭിക്കുന്നില്ല. ഇവിടെ കുറെ എടുത്തിമാർ കയറി വന്നിട്ടുണ്ടല്ലോ, അതിനുശേഷം ഇവിടെ എനിക്ക് യാതൊരു പ്രാധാന്യമില്ല. അങ്ങനെയൊന്നും ഇല്ല മോളെ. അവരൊക്കെ വന്നെന്നുള്ളത് സത്യമൊക്കെ തന്നെയാ. പക്ഷെ അവരെ നീ വേണം വീഴ്ത്താന്. എന്നാലേ ആദ്യത്തെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അനിയെ സ്വന്തമാക്കുക എന്നുള്ളതാ. അതിനിടയിൽ എനിക്ക് വേറൊരു ലക്ഷ്യമുണ്ട്. അതെ, ആ മറ്റവളെ ഗർഭാലസിപ്പിക്കാം. അതിനുവേണ്ടി ഞാൻ ഏതറ്റവും പോവും. മോൾ എന്ത് ചെയ്യാനാ? ഞാൻ ചെയ്യാൻ പോകുന്നത് അമ്മ നോക്കി കണ്ടോ. എല്ലാവരുടെ വായിലിരിക്കുന്നതും അവൾ എനിക്ക് കേൾപ്പിച്ചു തന്നില്ലേ? എന്തായാലും അവളെ കൊണ്ട് ഞാൻ ഇച്ചഞ്ഞ് വരിപ്പിക്കും അമ്മേ. ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അത് നമുക്ക് തിരിച്ചടിയാവരുത്. ഒരിക്കലും തിരിച്ചടിയാവില്ല. ഇത് ഞാൻ എന്തായാലും പൂർത്തീകരിച്ചിരിക്കും. മോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതെന്താന്നറിയോ അമ്മയ്ക്ക്? ഇതെന്താ? ഇതാണ് സിറം. ഒരു കൊഴുകൊഴുത്ത ദ്രാവകാണ്. എണ്ണയാണോ എന്ന് ചോദിച്ചാ അല്ല, അതിനു പകരം സിറം. അത്ര പെട്ടെന്നൊന്നും ഇതാർക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. ഇതില് വഴുതി അവള് വീഴും, ഇല്ലെങ്കിൽ ഞാൻ വീഴ്ത്തിക്കും. അതേതായാലും കൊള്ളാം. എണ്ണയില്ലാത്തൊരു പദാർത്ഥം ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റും. അമ്മ ഇനി എന്റെ കൂടെ നിൽക്ക്. അവളുടെ മുറി ഏതാണെന്ന് കാണിച്ചതാ. അവിടെ ബാത്റൂമിനരികിലായിട്ട് വേണം ഇതൊഴിച്ചിടാന്. അവൾ എന്തായാലും ബാത്റൂമിൽ പോവാതിരിക്കില്ലല്ലോ. ആദർശേട്ടൻ ഓഫീസ് വന്നിട്ട് വേണ്ടേ ബാത്റൂമിൽ പോവാൻ. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അവൾ ബാത്റൂമിൽ പോവും. അന്നേരം അവള് വീഴും, അവളുടെ കുഞ്ഞും. എന്നാ മോള് വാ, ഞാനേ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം. ഈ റൂമാണ് അവളുടേത്. പെട്ടെന്ന് തന്നെ മോള് കാര്യം കഴിച്ച് പുറത്തോട്ട് വാ. അല്ലമ്മേ, അവരെവിടെയാ ഉള്ളത്? ഏട്ടത്തിയും നയനയും കൂടി താഴെ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നുണ്ട്. ഏട്ടത്തി എന്തൊക്കെയോ കഴിക്കാനും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്തോ വലിയ ശുശ്രൂഷയല്ലേ, അതൊക്കെ നടക്കുവാണ്. അതുകൊണ്ടേ മോള് സമയം കളയാതെ പെട്ടെന്ന് തന്നെ പോയിട്ട് അകത്ത് അത് ഒഴിച്ചിടാൻ നോക്ക്. എന്നാ ശരി അമ്മേ, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്ക്. പെട്ടെന്നാവട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവള് മുറിക്കകത്തോട്ട് കയറുകയാണ് കേട്ടോ ദേവു. അങ്ങനെ ബാത്റൂമിന്റെ അടുത്ത് ചെന്നിട്ട് ബാത്റൂമിന്റെ ആ ഭാഗത്തായിട്ട് ഈ സിറം ഒഴിച്ചിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അമ്മേ, ഞാൻ ഒഴിച്ചിട്ടു. ഇത്ര പെട്ടെന്നോ? അതൊക്കെ റെഡിയാക്കി അമ്മേ. എന്നാ പെട്ടെന്ന് വാ. ആർക്കെങ്കിലും സംശയം തോന്നുന്നതിന് മുമ്പേ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ഇതും പറഞ്ഞുകൊണ്ട് അമ്മയും മോളും കൂടി ഒരു സൈഡിലോട്ട് മാറി നിൽക്കാണ്. എന്നാൽ ഇത് കണ്ടുകൊണ്ടാണ് അബി വരുന്നത്. അബി പെട്ടെന്ന് അവരുടെ മുന്നിൽ വന്ന് നിന്നപ്പോ ആകെ ഇവര് പേടിച്ചു പോവാൻ കേട്ടോ. അയ്യോ അമ്മേ, ഇത് ഞാനാണ് അബി. നീയായിരുന്നോ? മനുഷ്യനെ നല്ല ജീവൻ അങ്ങ് പോയി. എന്തോ നേട്ടാ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? അതിന് പേടിപ്പിക്കാൻ നിങ്ങൾ അവിടെ നിങ്ങോട്ട് വരുമല്ലായിരുന്നോ? ഏട്ടാ, ഞങ്ങൾ ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ടാ വരുന്നത്. അയ്യോ, എന്ത് പണി? എന്റെ മോളെ നല്ല ഒന്നാന്തര പണി നയനയ്ക്ക് വേണ്ടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ട് ഒരു വകയ്ക്ക് കൊള്ളത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഇവളെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഉപകാരം തരട്ടെ. ദേ അമ്മേ, അമ്മയ്ക്കിപ്പൊ അമ്മയുടെ മോള് വന്നപ്പോഴേ എന്നെ ഓരോന്ന് കുത്തി കുത്തി പറയുന്നത് കൂടുന്നുണ്ട്. ഓ എടാ, നിന്റെ തലയ്ക്കകത്ത് ചാണകമാ. അതെ, എന്റെ മോളുടെ തലയ്ക്കകത്തില്ല. അമ്മേ, ചേട്ടാ ഒന്ന് മിണ്ടാതിരിക്കേ. നമുക്ക് ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കാം, ഇല്ലെങ്കിൽ നമ്മൾ സംശയിക്കും. എന്നാ പിന്നെ വാ. ഇതും പറഞ്ഞോണ്ട് അവരവിടുന്ന് മാറി നിൽക്കാണ്ടോ. ആ പോകുന്ന വഴിക്കാണ് നവ്യ അങ്ങോട്ട് വരുന്നത്. അബി, നവ്യ, എനിക്ക് ദേവുവിനെ കാര്യമായിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. കല്യാണം കഴിയാൻ സമയമില്ലാതെ ദേവു നേരെ അയർലാൻഡിലേക്ക് കയറി പോയതല്ലേ. എന്നാ അവളാണെങ്കിൽ വലിയ മൈൻഡ് ഇല്ലാതെ നിൽക്കുന്നത് കേട്ടോ. ദേവുവിന് എന്നോട് എന്താ പിണക്കോ അമ്മേ? എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ദേവു, നീ എന്തിനാ നിന്റെ ഏട്ടത്തിയുടെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്? എനിക്ക് ഇവരുടെ കുടുംബത്തിൽ ആരും ഇഷ്ടമല്ല. നമ്മുടെ VIP കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നവരാണ് ഇവര്. ഇവര് കുപ്പത്തൊണ്ടിന്ന് കയറി വന്നവരല്ലേ. അതിന്റേതായ എല്ലാ ഗുണക്കേടുകളും ഇവരുടെ കടുത്തുണ്ട്. ആ സമയത്ത് അബി പറയുന്നുണ്ട്, ദേ എന്റെ ഭാര്യയെ കുറിച്ച് നീ അങ്ങനെയൊന്നും പറയണ്ട. അവളെ നമുക്കൊപ്പം നിൽക്കുന്നവളാ. അപ്പോ നവ്യ പറയുന്നുണ്ട്, മോളെ, നിന്റെ കൂടെ ഞാനുണ്ടാവും എന്തിനും ഏതിനും. നീയും എന്നെ ഇവരെ പോലെ തന്നെ സ്നേഹിക്കണം. എനിക്ക് അങ്ങനെ പെട്ടെന്ന് നിങ്ങളെ സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല. ആ സമയത്താണ്ടോ കുഞ്ഞ് കരുന്നത്. നവ്യ, കുഞ്ഞായിരുന്നു, നീ അങ്ങോട്ടേക്ക് ചെല്ല്. ശരി. അങ്ങനെ നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. അല്ല മോളെ, മോൾ എന്ത് പണി അവിടെ ഒപ്പിച്ചു വെച്ചെന്നാ പറഞ്ഞത്? അത് പിന്നെ ഏട്ടാ, ആ മുറിയിലെ ഞാനൊരു സിറം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ബാത്റൂമിന്റെ അടുത്ത്. സിറോ? എന്ത് സിറം? അത് നമ്മുടെ ഫേസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിറാ. അതിന്റെ കയ്യിൽ വലിയൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ അത് അവിടെ താഴെ ഒഴിച്ചു. ഒരു കൊഴുകൊഴുത്ത ദ്രാവകാണ്. ചവിട്ടിയാ വീഴുമെന്നുള്ളത് ഉറപ്പാ. മോളെ, അപ്പൊ അവള് വീഴുവല്ലേ? വീഴ മാത്രല്ല, അവളുടെ കുഞ്ഞു കൂടി അവക്ക് നഷ്ടപ്പെടും. അതേതായാലും കൊള്ളാം. അവക്ക് അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടണം. അവരുടെയൊക്കെ സന്തോഷം ആ കുഞ്ഞാണ്. അതില്ലാതാവണം. അതിനുള്ള പണിയാണ് ഒപ്പിച്ചു വെച്ചത്. ആദർശേട്ടൻ എന്തായാലും വരാൻ സമയം വൈകും. അതുകൊണ്ട് ആ ചവിട്ടുന്നത് അവള് തന്നെ ആയിരിക്കും. എന്നാ പിന്നെ നമുക്ക് നോക്കി കാണാം. പിന്നെ ചേട്ടാ, എനിക്ക് ചേട്ടന്റെ ഭാര്യ അങ്ങനെ സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല. അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി നല്ലൊരു പെണ്ണിനെ കൊണ്ടുവരണമെന്നായിരുന്നു. ഇനിയിപ്പൊ അത് നടക്കില്ലല്ലോ. അവക്കൊരു കുഞ്ഞു ആയില്ലേ. എല്ലാത്തിനും ഏട്ടനെ പറഞ്ഞാ മതി. എന്ത് ചെയ്യാനാ മോളെ, ആ തലവേദന എന്റെ തലയിലായി മാറി. അല്ല, ഇപ്പൊ ഒരുത്തിയെ കഴുത്തേരിച്ച് കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞല്ലോ. അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? അതോ
ചേട്ടനാണോ ഇനി ആ പെണ്ണിന്റെയും ഭർത്താവ്? അയ്യോ മോളെ, എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? അതാ ആദർശ്. അയാൾ ഇങ്ങനെ ഒരുത്തനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്ത് ചെയ്യാനാ മോളെ, അയാളെ നമ്മളെ വിചാരിക്കുന്ന പോലെയുള്ള ആളൊന്നും അല്ല. അതെ. അപ്പോഴാണ് കേട്ടോ നയന മുകളിലോട്ട് കയറി വരുന്നത് കാണിക്കുന്നത്. പിന്നാലെ ദേവയാനി ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ടോണ്ട് തന്നെ ജലജ പറയുന്നുണ്ട്, മോളെ നയന മുകളിലോട്ട് കയറിയിട്ടുണ്ട്, എന്നാ പിന്നെ അവള് ബാത്റൂമിൽ പോവാതിരിക്കില്ല. അപ്പോ അവള് വീഴുന്നുള്ള കാര്യം ഉറപ്പായി. അതെ. ആ സമയത്താണ് കേട്ടോ നവ്യ കുഞ്ഞിനെ എടുത്തിരിക്കുന്നത് കാണിക്കുന്നത്. അവരുടെ കുഞ്ഞു അതാ. മോളെ നീ ഇങ്ങനെ അവളോട് ദേഷ്യം കാണിക്കാതെ ചെറിയൊരു സ്നേഹത്തിലൊക്കെ നിക്ക്. അവളാണ് നമ്മുടെ കച്ചിത്തുരുമ്പ്. അവളും അവളുടെ കുഞ്ഞുണ്ടെങ്കിലേ നമുക്കിവിടെ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് മാത്രമാ ഞാൻ അവരോട് കൂടുതലൊന്നും പറയാത്തത്. അല്ല, അവരോട് വിശ്വസിച്ച് ഇതൊക്കെ പറയാൻ പറ്റുമോ അമ്മേ? ഏട്ടനെങ്ങാനും ചെന്ന് പറയൂ ഇത്? ഏയ്, ഒരിക്കലും അത് പറയാൻ പറ്റില്ല. കാരണേ ഇവര് ചേച്ചിയാനിയത്തിയല്ലേ. അതുകൊണ്ട് ചിലപ്പോ അവൾ എതിര് നിന്നാലോ? അത് ശരിയാ അമ്മേ. അതുകൊണ്ട് അവരോട് കാര്യങ്ങളൊന്നും പറയണ്ട. അതെന്തായാലും അഭി പറയില്ല. ആ സമയത്താണ് നയന മുറിയിലോട്ട് കയറുന്നത്. ദേ മോളെ, അവളെ മുറിയിലോട്ട് കയറി. പിന്നാലെ തന്നെ ആ ദേവയാനി ഉണ്ടല്ലോ, ഇവക്ക് എന്തിന്റെ കേടാ? മിക്കവാറേ ചിലപ്പം ആ നയനയ്ക്ക് പകരം ആ ദേവയാനി തള്ളയായിരിക്കും വീഴുക. ആര് വീണാലും കുഴപ്പമില്ല മോളെ, ആർക്കെങ്കിലും ഒന്ന് കിട്ടണമെന്ന് ഞാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കാണാമേ. ഇപ്പൊ ഒരു നിലവിളി കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നയനയാണ് കേട്ടോ. നയന പറയുന്നുണ്ട്, അമ്മേ അമ്മ പോയിക്കോ, ഞാൻ താഴോട്ട് വന്നോളാം. എനിക്കൊന്ന് ബാത്റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വേണം വരാൻ. ശരി മോളെ. പിന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ബാത്റൂമിലോട്ടൊക്കെ കയറാൻ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ. ഇതും പറഞ്ഞ് ദേവയാനി പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ. ആ സമയത്താണ് ഒരു ഭാഗത്ത് മാറാല ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതൊക്കെ ദേവയാനി തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നയന ബാത്റൂമിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ബാത്റൂമിന്റെ ഡോറ് തുറക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഡോർ തുറന്ന് ബാത്റൂമിനകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി അവിടെയൊക്കെ തട്ടിക്കൊട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം നയനാണെങ്കിൽ ആ ഡോർ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു കാലം എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ കാലം എടുത്തു വെച്ചപ്പോ തന്നെ നയന വഴുതി താഴെ വീഴാണ്. അയ്യോ അമ്മേ അമ്മേ അമ്മേ. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി അപ്പൊ തന്നെ നയനയെ വന്ന് പിടിക്കുന്നത്. അയ്യോ മോളെ, മോളെങ്ങനെ വീണത്? അറിയില്ല അമ്മേ, ഇവിടെ എന്തോ വഴുതിയാ ഞാൻ വീണത്. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ മോളെ. മോളെ മോളെ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇതും പറഞ്ഞോണ്ട് നയനെ എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് ജലജ ഓടി എത്തുന്നുണ്ട്. എന്താ ഇവിടുന്നൊരു ശബ്ദം? നയന താഴെ വീണു. അയ്യോ, ഈ പെങ്കച്ചിനൊന്ന് നോക്കി നടന്നൂടെ? ഇതും പറഞ്ഞ് ജലജ താങ്ങി പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവര് രണ്ടുപേരും കൂടി നയനയെ താഴോട്ട് കൊണ്ടുവരാണ്. അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? നയന മോള് ബാത്റൂമിൽ വീണ് ജയിട്ടാ, നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. അയ്യോ മോളെ, ബാത്റൂമിലൊക്കെ കയറുമ്പോ ശ്രദ്ധിക്കണ്ടേ? ജേട്ടാ, അതൊന്നും പറഞ്ഞേക്കാൻ സമയമില്ല, നിങ്ങൾ വണ്ടി എടുക്ക്. ഇതും പറഞ്ഞുകൊണ്ട് വണ്ടി എടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവര് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോഴാണ് അമ്മയും മോളും കൂടി കൈ അടിക്കുന്നതായിട്ട് പരസ്പരം. അടുത്തത് ഏട്ടനുമായിട്ട് കൈ അടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഏട്ട എന്റെ ഐഡിയ? നമ്മളെ വിചാരിച്ച് നടന്നില്ല, അതെന്തായാലും എന്റെ പൊന്നനിയത്തി നടത്തി തന്നല്ലോ. ഈ ഏട്ടന് സന്തോഷായി. എന്റെ ഒരാഗ്രഹമെങ്കിലും നഷ്ടപ്പെട്ടല്ലോ. ഇനി അടുത്തത് നോക്കിയാ പോരെ? ഏട്ടാ, നമ്മുടെ ജീവിതം കുളം തോടിയിട്ട് അവരങ്ങനെ സുഖിച്ച് ജീവിക്കാന്ന് കരുതണ്ട. അയാളും അയാളുടെ കുടുംബവും കണ്ണീര് കുടിക്കും. ഞാനെന്നെ കുടിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴാണ് അങ്ങോട്ട് നവ്യ വരുന്നത്. അയ്യോ നവ്യ, നിന്റെ അനിയത്ത് തറയിൽ വീണു. അവളുടെ കുഞ്ഞിന് ഇനി എന്തെങ്കിലും പറ്റുമോ ആവോ? എന്തെങ്കിലും പറ്റിയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അവര് രണ്ടുപേരെ എന്റെ അനിയത്തിമാരെ അല്ല, അത് ഞാൻ വിട്ടു കഴിഞ്ഞതാ. അവക്കും അവളുടെ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിയാ എനിക്ക് ഒരു കുഴപ്പമില്ല. അത് ശരി, നിങ്ങളുടെ ചേച്ചിയല്ലേ അവര്? എന്റെ ചേച്ചിയല്ല, അവൾ അനിയത്തിയാ. ഓ അയ്യോ, ഞാനതങ്ങ് വിട്ടു. അവക്ക് ഇവരുടെ ചേച്ചിയുടെ സ്ഥാനമാണല്ലോ. അതായത് എല്ലാം കൊണ്ടും സ്ഥാനം അവക്കാണല്ലോ ഇവിടെ അമ്മേ. അത് നീ പറഞ്ഞത് ശരിയാ. ഇവള് അബിയുടെ ഭാര്യ ആയതുകൊണ്ട് ഇവക്ക് പുല്ല് വിലയുള്ളൂ. ആ വിലയൊക്കെ ഞാൻ ഉണ്ടാക്കി എടുത്തോളാം എന്നൊക്കെ നവ്യ ദേഷ്യം പിടിച്ച് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ അവിടുന്ന് പോകുമ്പോ തന്നെ ജലജയോട് പറയുന്നുണ്ട്, ഇവരൊക്കെ ഒരു ചേച്ചിയാണോ? സ്വന്തം അനിയത്തേക്ക് ഇതുപോലൊരു ആപത്ത് പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ഇവരുടെ വായിലൂടെ പറയോ? അബിയെ ജയിലിലാക്കിയതിനു ശേഷം അവരെ രണ്ടുപേരെയും കണ്ണെടുത്ത കണ്ടുടെ ഇവക്ക്. നമുക്ക് പിടിച്ചു തൂങ്ങാൻ ഒരു വള്ളിയായി അല്ലേ അമ്മേ? അതെ മോളെ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മുത്തശ്ശിനിയും മുറിയാണ് കേട്ടോ. ഇദ്ദേഹം ഇതൊക്കെ കാണുന്നില്ലേ? എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? എന്റെ നയനമോളുടെ കുഞ്ഞിനൊന്നും ആപത്തും വരുത്താതിരുന്നാ മതിയായിരുന്നോ? ഒന്നും ഉണ്ടാവില്ലോടോ വസുന്ധരെ. എന്താ അവിടെ സംഭവിച്ചെന്ന് ഒന്നും അറിയാൻ പറ്റുന്നില്ല. എന്തായാലും ഡോക്ടർ പരിശോധിച്ചിട്ട് പറയാന്നാ പറഞ്ഞത്. ഹോസ്പിറ്റലിലോട്ട് ആദർശ് ഓടിയെത്തുന്നത് കാണിക്കുന്നുണ്ട്. അമ്മേ, നയനക്ക് എന്തു പറ്റി? നയന ബാത്റൂമിന്റെ താഴെ ഒന്ന് വീണതാ. ബാത്റൂമിലൊക്കെ കയറുമ്പോൾ അവളോട് ശ്രദ്ധിക്കണമെന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താക്കാനാ മോനെ, നമ്മുടെ തലവിധി എന്ന് പറയാലോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ. അമ്മേ, മനഃപൂർവ്വം ആരും ഒന്നും ചെയ്തതല്ലല്ലോ. അതിൻ്റെതായ ഒന്നും അവിടെ കാണാനില്ല. ആ സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് നമ്മുടെ പോലീസായിട്ടുള്ള നന്ദു വരുന്നത്.
എന്താ എന്റെ ചേച്ചിക്ക് പറ്റിയത്? മോളെ, അവള് ബാത്റൂമിന് താഴെ ഒന്ന് വീണു. ചേച്ചി എന്ത് ഇതൊന്നും ശ്രദ്ധിക്കാത്തത്? അല്ല, അവിടെ വേറെ പണിയൊന്നും ആരും ഒപ്പിച്ചു വെച്ചിട്ടില്ലല്ലോ. അതായത് വെളിച്ചെണ്ണയോ മറ്റോ അവിടെ ഒഴിച്ചു വെച്ചിരുന്നോ? അതൊന്നും എനിക്കറിയില്ല മോളെ. അന്നേരം അവിടെ നോക്കിയപ്പോ അങ്ങനെയൊന്നും കണ്ടില്ല. ബാത്റൂമിൽ നിന്ന് കയറുന്ന സ്ഥലത്ത് ഒരു വഴുക്കലുണ്ടായിരുന്നു എന്നല്ലാതെ അവിടെ എണ്ണയൊന്നും ഇല്ലായിരുന്നു. ഷോ, ഇതാരെങ്കിലും ചെയ്തതായിരിക്കോ? ഒന്നും അറിയില്ല മോളെ. ആന്റി, എന്റെ ചേച്ചിയുടെ കുഞ്ഞിനെ തകർക്കാൻ ആരെങ്കിലും മനപ്പുറം ചെയ്തതായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല മോളെ. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ വെറുതെ വിടില്ല എന്ന് ആദർശ് പറയാണ്. അപ്പോഴാണ് ഡോക്ടർ പുറത്തോട്ട് വരുന്നത് കേട്ടോ. ഡോക്ടറെ കണ്ടപ്പോ തന്നെ ആദർശ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഡോക്ടറെ, നയനിക്ക് എങ്ങനെയുണ്ട്? നയനിക്ക് കുഴപ്പമൊന്നുമില്ല. നയനയുടെ ഹെൽത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. കുഞ്ഞ്, ദേവിയനി വിഷമിക്കണ്ട. കുഞ്ഞിന് ഇപ്പൊ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. പിന്നെ പിന്നെ എന്താ ഡോക്ടർ? എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കുഞ്ഞിന് ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അത്രയ്ക്കും നിങ്ങൾ കെയർ ചെയ്ത് നോക്കണം ഇനി നയനെ. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇതിന്റെ ഭവിഷ്യത്തായിരിക്കും നമ്മൾ കരുതണം. എന്തായാലും നയനയ്ക്കിപ്പം നല്ല റെസ്റ്റ് വേണം. നിങ്ങളെ നല്ല രീതിയിൽ നയനെ ട്രീറ്റ്മെന്റ് ചെയ്യാ വേണ്ടത്. നയനെ ഒരിക്കലും ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത്. കുഞ്ഞിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇനി ഉണ്ടായിക്കൂടാന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നന്നായിട്ട് കെയർ ചെയ്യണം എന്നുള്ളത്. ശരി ഡോക്ടർ, എന്നാ പിന്നെ ഡിസ്ചാർജ് ചെയ്ത് തരാം. നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കൂടെ നന്ദുവും വരുന്നുണ്ട്. അങ്ങനെ വീട്ടിലോട്ട് വന്നപ്പോ തന്നെ ഇവരെല്ലാരും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട്, അല്ല എന്തു പറ്റി? ഡോക്ടർ എന്താ പറഞ്ഞത്? കുഞ്ഞ് പോയോ? ജലജെ, എന്റെ കയ്യിൽ നിന്ന് കിട്ടും, അത് മേടിക്കേണ്ടി വരും എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട് കേട്ടോ. ഹോ, ഞാൻ ചോദിച്ചതല്ലേ എന്റെ ഏട്ടത്തി. കുഞ്ഞിനെ ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല. അതറിഞ്ഞിട്ട് നീ അങ്ങനെ സന്തോഷിക്കണ്ട. കുഞ്ഞിനൊന്നും പറ്റിയില്ല മോളെ. ഇപ്പം പറ്റിയതുണ്ടാവില്ല, ചിലപ്പോ കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും പറ്റിയാൽ മതിയാവും. അതാലോചിച്ച് സമാധാനിക്കാം. എന്ത് ചെയ്താലും ഒന്നും വർക്കാവുന്നില്ല. അമ്മേ, ഇതാണോ ആ പോലീസുകാരി? അതെ മോളെ, ഇവളാണ് ആ മൂന്നാമത്തവനെ വല വീഴ്ത്താൻ നോക്കുന്നത്. അങ്ങനെ നയനയെ പതുക്കെ മുറിയിലോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ. മോളെ, നമ്മൾ വിചാരിച്ച പോലെ കാര്യമൊന്നും നടന്നില്ലല്ലോ. അതൊക്കെ നടക്കും അമ്മേ. ഇന്ന് അവള് രക്ഷപ്പെട്ടു, ഇനി അടുത്തതിന് അവളെ രക്ഷപ്പെടില്ല. ഓക്കെ, ഇനി അത് പറഞ്ഞുകൊടുക്കുന്ന സമയത്താണ് കേട്ടോ നന്ദു അതിലൂടെ പോകുന്നത്. അമ്മേ, ഇവളല്ല ആ പോലീസുകാരി? അതെ അതെ, ഒന്ന് നിന്നേ. അപ്പൊ നന്ദു ഒന്ന് നിൽക്കുന്നുണ്ട്. എന്താ? അല്ല മോളെ, ഒന്നും കുടിക്കാതെ പോവാണോ? കുടിക്കാനൊക്കെ ഇനിയും വരാലോ, കുടിപ്പിക്കാനും വരാം. അതെന്താ അങ്ങനെ ഒരു പറച്ചില്? ഇനിയും എന്റെ അബിയെ നിനക്ക് കുടിപ്പിക്കണോ? അബിയെ മാത്രല്ല, കുടുംബം മൊത്തത്തിൽ ഞാൻ അലക്കി വെളുപ്പിച്ച് തരാം. നീ എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേ, എടി പൊടിന്ന് വിളിക്കാനേ നിന്റെ സുഹൃത്തല്ല ഞാൻ. അതോ നിന്റെ വീട്ടിലുള്ളവർ എടി പൊടിന്ന് വിളിക്കുന്ന പോലെ എന്റെ അടുത്ത് എങ്ങാനും അത് എടുത്താലുണ്ടല്ലോ, ഞാനിപ്പോ പോലീസ് വേഷത്തിലാ. നിന്നെ എന്ത് ചെയ്യുന്ന എനിക്ക് പോലും പറയാൻ പറ്റില്ല. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്റെ ചേട്ടന് കൊടുത്തത് പോലെ തന്നെ അതിന് ബാക്കി ഞാൻ തരുവടി. ഇതിന് പിന്നിൽ നിങ്ങളാരോ ആണെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു അവിടുന്ന് മാസായി പോകുന്നുണ്ട്. ഛേ, അവള് പറഞ്ഞിട്ട് പോയത് കേട്ടോ അമ്മേ? അവളുടെ മുഖത്തെ എനിക്കൊരെണ്ണം കൊടുക്കാനാ തോന്നുന്നത്. അത് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ മോളെ? അവള് പോലീസായി പോയില്ലേ? എങ്ങാനും അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഇവിടുത്തെ കിളവനും കിളവിയും പറയും അവളെയും കൂടി പിടിച്ച് ജയിലിൽ ഇട്ടോന്ന്. അങ്ങനെയുള്ള അസുരവിത്തുകളാ. എന്തായാലും അവർ കുഴിഞ്ഞിട്ട പോലെ ഇപ്പൊ അനന്തപുരി. ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്തായാലും അടുത്ത പണി ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും. അവളെ ഞാൻ അങ്ങനെ സന്തോഷിക്കാൻ വിടില്ല. ഇതും പറഞ്ഞോണ്ട് ദേഷ്യം പിടിച്ചോണ്ട് നിൽക്കാന് ദേവു. ഈ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. എന്തായാലും നമുക്ക് ഈ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ ബാക്കി ഇനി ട്വിസ്റ്റുകളാണ് വരാനിരിക്കുന്നത്. ഈ ദേവു ഇനി 8ന്റെ പടികളാണ് നയനിക്ക് കൊടുക്കാൻ പോകുന്നത്. നയനിക്ക് മാത്രമല്ല കേട്ടോ, നയനയുടെ വീട്ടുകാർക്ക് ഇട്ടിട്ട്. അപ്പോൾ ആ ഒരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്. അടുത്ത എപ്പിസോഡ് ഇന്നോ നാളെ തന്നെ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.